ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹ്യൂമൻ ജേർണൽ. സോ നമ്മൾ ഇന്ന് വീഡിയോയിൽ കൂടെ പറയാൻ പോകുന്ന രണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആൻഡ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നാമത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാങ്കിലെ ലോൺ പ്രോസസ്സിംഗ് എങ്ങനെയാണെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഒരു നഴ്സിംഗ് സ്റ്റുഡന്റ് എന്ന രീതിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്കോളർഷിപ്പുകൾ ഏതൊക്കെയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പൊ നമുക്ക് ആദ്യം ലോൺ പ്രോസസ്സിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. എന്റെ അടുത്ത് കുറെ കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്, ഏത് ബാങ്കാണ് ചേച്ചി ഏറ്റവും കൂടുതൽ ലോൺ എടുക്കാൻ നല്ല, സ്റ്റുഡന്റ് ലോൺ എടുക്കാൻ, എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ നല്ലത്, പിന്നെ നമ്മൾ എങ്ങനെയാണ് ലോണിന്റെ പ്രോസസ്സിംഗ് ചെയ്യുക. അപ്പോൾ ആദ്യം ഞാൻ ഏത് ബാങ്കാണ് ഞാൻ എടുത്തതെന്ന് പറയാം. ഞാൻ ആക്ച്വലി രണ്ട് ബാങ്കിലാണ് ഞാൻ പോയിട്ടുള്ളത്. ഫസ്റ്റ് SBIയിൽ പോയിട്ടുണ്ട്, പിന്നെ ഞാൻ പോയിട്ടുള്ളത് കാനറയിലാണ്. SBIയിൽ പോയപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് ആവശ്യമായിട്ടുള്ള ലോണിന്റെ എമൗണ്ട് തരാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ വേറൊരു ബാങ്കിലേക്ക് ട്രൈ ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ കാനറ ബാങ്കിൽ പോയി. അപ്പൊ എനിക്ക് ആവശ്യത്തിനുള്ള ലോൺ എമൗണ്ട് അവർ സാങ്ഷൻ ആക്കി തന്നു. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് കാനറ ബാങ്ക് ആണ്. പക്ഷെ ഇപ്പോ ഞാൻ എടുത്ത സമയത്ത് എനിക്ക് 4 ലക്ഷമാണ് എനിക്ക് ലോൺ മാക്സിമം അവർ പ്രൊവൈഡ് ചെയ്തത്. പക്ഷെ ഇപ്പോ 6 lakh ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം ജസ്റ്റ് നിങ്ങൾ അടുത്തുള്ള ബാങ്കുകളെല്ലാം പോയി അന്വേഷിക്കുക. ഒരു ബാങ്കിലായിട്ട് നിൽക്കാതെ ബാക്കി എല്ലാ ബാങ്കിലും പോയി അന്വേഷിക്കുക. പലിശ എവിടെയാണോ കുറവുള്ളതെന്നൊക്കെ അന്വേഷിക്കുക. അതിനനുസരിച്ച് നിങ്ങൾ ബാങ്ക് സെലക്ട് ചെയ്യുക. ആദ്യം നമ്മുടെ ലോൺ പ്രോസസ്സിംഗ് പറയാം. നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങുവാണെങ്കിൽ നമ്മൾ ഒരു നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നു. അഡ്മിഷൻ ലെറ്റർ നമുക്ക് കിട്ടുന്നു. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു ബാങ്ക് ഉണ്ടാവുമല്ലോ, അതായത് പലിശ കുറവായിട്ടുള്ളത്, നമുക്ക് ഏറ്റവും കൂടുതൽ ലോൺ കിട്ടുന്ന, എഡ്യൂക്കേഷൻ ലോൺ കിട്ടുന്ന ഒരു ബാങ്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം ആ ബാങ്കിൽ ചെന്നിട്ട് നമ്മൾ അഡ്മിഷൻ ലെറ്റർ നമ്മുടെ കൈ കിട്ടി കഴിയുമ്പോൾ നമ്മൾ ആ ബാങ്കിൽ ചെല്ലുക. എന്നിട്ട് നമ്മൾ അവരോട് ചോദിക്കുക, ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പ്രോസസ്സാണ് ചെയ്യേണ്ടത്. അതായത് ബാങ്കിലേക്ക് നമ്മൾ കൊടുക്കേണ്ട ഫോം, അതുപോലെ നമ്മുടെ ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ് നമ്മൾ ചോദിക്കുക. അതേപോലെ തന്നെ കോളേജിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു കൊടുക്കേണ്ട സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുക. അപ്പൊ അവരൊരു ലിസ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ആ ലിസ്റ്റ് അനുസരിച്ചിട്ട് വേണം പിന്നെ നമ്മുടെ ബാക്കി നമ്മൾ നീങ്ങാൻ വേണ്ടിയിട്ട്. അതായത് ചിലപ്പം ഒട്ടുമിക്ക ഞാൻ കേട്ടിട്ടുള്ള ഒട്ടുമിക്ക ബാങ്കുകളിൽ നിന്നും അവര് ചോദിക്കുന്നത് നമ്മുടെ കോളേജിലെ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ്, അതായത് നമ്മൾ ആ കോളേജിലെ സ്റ്റുഡന്റ് ആണ്, നമ്മൾ ആ സ്റ്റുഡന്റ് ആയി എന്നുള്ളൊരു ബോണഫൈഡ് സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ നമ്മുടെ ആ സ്റ്റുഡന്റിന്റെ പേര് വെച്ചിട്ടുള്ള ഒരു ഫീസ് സ്ട്രക്ചർ. ട്യൂഷൻ ഫീസ് എത്രയാണ്, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു 2 lakh ആണ് നമ്മുടെ ഫസ്റ്റ് ഇയർ ഫീസ് ആണെങ്കിൽ അത് നമുക്ക് പലതായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ട്യൂഷൻ ഫീസ്, ഹോസ്റ്റൽ ഫീസ്, ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ പലതായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു വർഷത്തെ നമ്മുടെ ഫീസ് സ്ട്രക്ചർ അതൊക്കെ ആയിരിക്കും മെയിൻലി വേണ്ടത്. പിന്നെ INC, KNC, പിന്നെ അതേപോലെ തന്നെ കോളേജിന്റെ അഫിലിയേഷൻസ് ഉള്ള എല്ലാ പേപ്പറുകളും ഒക്കെയാണ് നമുക്ക് ബാങ്കിൽ കൊടുക്കേണ്ടത്. അപ്പം ഏതൊക്കെയാണോ ബാങ്കുകാർ ചോദിക്കുന്നത് അതൊക്കെ നമ്മളൊന്ന് റെഡിയാക്കി വെക്കണം. പിന്നെ എഡ്യൂക്കേഷൻ ലോൺ ഞാൻ അപ്ലൈ ചെയ്തത് ഒരു വിദ്യാലക്ഷ്മി എന്ന് പറഞ്ഞൊരു പോർട്ടൽ ഉണ്ടായിരുന്നു, ഒരു സൈറ്റ് ഉണ്ടായിരുന്നു. ആ സൈറ്റിൽ കയറി ഞാൻ ആദ്യം രജിസ്റ്റർ ചെയ്തു കഴിയുമ്പോൾ നമുക്കൊരു ഫോം കിട്ടും. ആ ഫോം വെച്ചിട്ടാണ് ഞാൻ ബാങ്കിനെ അപ്രോച്ച് ചെയ്തത്. അപ്പൊ പിന്നെ നമുക്ക് ബാങ്കുകാർ ഒരിക്കലും ലോൺ തരാൻ പറ്റില്ല എന്നൊരു ഇത് അവർക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തു, വിദ്യാലക്ഷ്മി എന്ന് പറഞ്ഞ പോർട്ടലിൽ അപ്ലൈ ചെയ്തു. അങ്ങനെ ഞാൻ ബാങ്കിനെ അപ്രോച്ച് ചെയ്തു, എന്റെ ലോൺ പ്രോസസ്സിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനി എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് കുറെ കുട്ടികൾ എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്, നമ്മള് ഫസ്റ്റ് ഇയറിന്റെ ക്ലാസിന്റെ തുടക്കത്തിൽ തന്നെ നമ്മളെല്ലാം ഫുൾ ഫീസ് അടച്ചു തീർക്കണ്ടേ, അപ്പോഴത്തേക്ക് ലോൺ പാസ്സാവില്ലല്ലോ, ആ ഒരു സംഭവം ചോദിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ സപ്പോസ് നമ്മള് ഒരു കോളേജിൽ ചേർന്നു, ലോൺ എല്ലാം പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ഇടയ്ക്ക് ക്ലാസ് തുടങ്ങി. അപ്പൊ കോളേജുകാർ പറയാണ് ഫുൾ ഫീസ് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾക്കിപ്പോ എവിടെന്നെങ്കിലും നമ്മൾ ഒപ്പിച്ചു, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ എടുത്ത് കാശ് അടച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കോളേജിൽ നിന്ന് ഒരു നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് കാശ് അടച്ചതിന്റെ റെസിപ്റ്റ് കിട്ടും. ആ റെസിപ്റ്റ് കൊണ്ട് നമ്മൾ ബാങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ വിത്ത് പ്രൂഫ്, കോളേജിന്റെ എല്ലാ പ്രൂഫോടെ നമ്മൾ ബാങ്കിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാങ്കുകാർ ആ ക്യാഷ്, നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ മുടക്കിയ ക്യാഷ് നമുക്ക് നമ്മുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്, നമ്മുടെ സ്വന്തം ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രോസസ്സിംഗും ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്കോളർഷിപ്പുകൾ, ഒരു നഴ്സിംഗ് സ്റ്റുഡന്റിന് അവൈലബിൾ ആയിട്ടുള്ള സ്കോളർഷിപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പൊ അതിനു മുന്നേ എനിക്ക് ആദ്യമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പ് വേണം, അല്ലെ എന്തെങ്കിലും ആനുകൂല്യത്തോടെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മൾ അത് പോയി ആദ്യം അന്വേഷിക്കണം. ആരും നമ്മളുടെ അടുത്ത് വന്നിട്ട് മോളെ ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ് വേണോന്ന് ആരും നമ്മളുടെ അടുത്ത് വന്ന് പറയാൻ പോകുന്നില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ഇപ്പൊ
പല പല സ്കോളർഷിപ്പിനും പല പല ക്രൈറ്റീരിയാസ് ഉണ്ട്. ചില റിലീജിയനിലുള്ളവർക്ക് കിട്ടില്ല. അപ്പൊ നമ്മുടെ റിലീജിയനിൽ നമ്മുടെ എലിജിബിലിറ്റി അനുസരിച്ച് നമുക്ക് അവൈലബിൾ ആയിട്ടിരിക്കുന്ന സ്കോളർഷിപ്പുകൾ ഏതൊക്കെയാണ് നമ്മൾ തന്നെ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ എനിക്കറിയുന്ന 2 സ്കോളർഷിപ്പ് സൈറ്റുകളുടെ പേര് ഞാൻ പറയാം. അതായത് എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. അതേപോലെ തന്നെ കുറച്ചും കൂടെ പൈസ കൂടുതൽ കിട്ടുന്ന 2 സ്കോളർഷിപ്പ് പോർട്ടലുകളാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ സൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ആണ്. അതായത് നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലല്ല നമ്മൾ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾക്ക് ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഈ ഡിഗ്രി കോഴ്സുകളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. അതൊരു മാക്സിമം 12,000 15,000 നമുക്ക് സ്കോളർഷിപ്പ് എമൗണ്ട് ആയിട്ട് കിട്ടും. പിന്നെ അടുത്തത് വരുന്നത് NSP നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ. അത് ഒരു വെബ്സൈറ്റ് ആണ്. ആ വെബ്സൈറ്റിൽ കയറി നമ്മൾ അപ്ലൈ ചെയ്യണം. അതിന് കിട്ടുന്നത് നമുക്ക് മാക്സിമം 30,000 വരെ കിട്ടും. എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ NSP പോർട്ടലിൽ കൂടി ഞാൻ അപ്ലൈ ചെയ്തതാണ്, നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ. അതിനകത്ത് എനിക്ക് 30,000 ഓരോ പെർ ഇയർ എനിക്ക് 30,000 കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മെയിൻലി നഴ്സിംഗ് സ്റ്റുഡൻസിനാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇനി നമുക്കിത് എങ്ങനെ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള അക്ഷയ സെന്ററിൽ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഇന്റർനെറ്റ് കഫേയിൽ ചെന്നിട്ട് അവരുടെ അടുത്ത് നമ്മൾ പറയാ ഇങ്ങനെ എനിക്കിങ്ങനെ ഈ സ്കോളർഷിപ്പിന്റെ പേര് പറഞ്ഞിട്ട് എനിക്ക് അപ്ലൈ ചെയ്യണം എന്ന് പറയും. അപ്പൊ അവർ നമുക്ക് കുറച്ച് നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, അതായത് നമ്മൾ കോളേജിൽ പഠിക്കുന്ന ബോണഫൈഡ് സർട്ടിഫിക്കറ്റ്, നമ്മുടെ ഫീസ് സ്ട്രക്ചർ, അതേപോലെ തന്നെ നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റ്, നമ്മുടെ ആധാർ, അങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സിന്റെ കോപ്പീസ് എല്ലാം കൊടുക്കാൻ പറയും. അതിനുശേഷം നമ്മൾ പഠിക്കുന്ന കോളേജ് ഏതാണോ അവിടെ വന്ന് നമ്മൾ ഈ അപ്ലൈ ചെയ്ത എല്ലാ ഫോംസും കൂടെ നമ്മൾ കോളേജിൽ വന്ന് സബ്മിറ്റ് ചെയ്യും. പിന്നെ കോളേജുകാർ ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് കുറച്ച് ഈസി പ്രോസസ്സാണ് അത്. നമ്മൾ പക്ഷെ കുറച്ച് നമ്മുടെ എലിജിബിലിറ്റിക്ക് അനുസരിച്ച് ഓരോ സ്കോളർഷിപ്പിന്റെയും ക്രൈറ്റീരിയ നോക്കി നമ്മൾ എലിജിബിൾ ആണോ നോക്കുക. അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുന്ന ആ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ആദ്യത്തെ വർഷം നമ്മൾ ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത വർഷം നമ്മൾ റിന്യൂ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ബാക്കി നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഈ പ്രോസസ്സിങ് ഫുൾ ചെയ്യണമെന്നില്ല. ആദ്യത്തെ വർഷം മാത്രം എല്ലാ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിനുശേഷം നമുക്ക് ആദ്യത്തെ പേയ്മെന്റ് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമ്മളെല്ലാം റിന്യൂ ചെയ്ത് കൊടുത്താൽ മതി. സോ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് കുറച്ച് ഈസി പ്രോസസ്സാണ്. ജസ്റ്റ് നമ്മളൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്കോളർഷിപ്പുകൾ ഏതൊക്കെയാണെന്ന്. സോ ഇതൊക്കെയാണ് സ്കോളർഷിപ്പിന് എനിക്കറിയുന്ന കുറച്ച് എമൗണ്ട് കൂടുതൽ കിട്ടുന്ന 2 സ്കോളർഷിപ്പുകൾ. ഫസ്റ്റ് വൺ ഇസ് പോസ്റ്റ് മെട്രിക് ആൻഡ് സെക്കൻഡ് വൺ ഇസ് NSP നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ. ഇത് നിങ്ങൾ ചോദിച്ച 2-3 ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. അതായത് ഫസ്റ്റ് ചോദിച്ചത് നഴ്സിംഗ് അല്ലാതെ BSc നഴ്സിംഗ് അല്ലാതെ വേറെ ഏതൊക്കെ കോഴ്സിനാണ് സ്കോപ്പ് കൂടുതലുള്ളത്. ഞാൻ നഴ്സിംഗ് മാത്രമാണ് പഠിച്ചിട്ടുള്ളത്. അപ്പം എനിക്ക് നഴ്സിംഗിനെ കുറിച്ചിട്ടാണ് കൂടുതൽ നോളജ് കൂടുതൽ. പക്ഷേ ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ നഴ്സിംഗ് അല്ലാതെ നമുക്ക് കുറച്ചും കൂടെ കോഴ്സ് ഉള്ളത് ഇപ്പം അഡ്വാൻസ് ടെക്നോളജീസ് ആണ്. അപ്പം BCA പോലുള്ള BCAയിൽ തന്നെ കുറെ ആഡ് ഓൺ കോഴ്സുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ കുറച്ചും കൂടെ സ്കോപ്പ് കൂടുതലാണ്. അതേപോലെ തന്നെ ഫാഡ്, അതിനും ഈ ഫാഷൻ ടെക്നോളജീസ് അതിനും സ്കോപ്പ് ഉള്ളതാണ്. പിന്നെ ഞാൻ എല്ലാവരോടും പറയില്ല എല്ലാവരും BSc നഴ്സിംഗ് തന്നെ പോകണം, BSc നഴ്സിംഗ് ഭയങ്കര സ്കോപ്പാണെന്ന് ഞാൻ എല്ലാവരോടും പറയില്ല. നിങ്ങളുടെ സ്കിൽ അനുസരിച്ച് നിങ്ങളുടെ പാഷൻ ഏതാണോ അതിനനുസരിച്ച് അത് ഫോളോ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. പിന്നെ അടുത്ത ഒരു 2-3 പിള്ളേരുടെ അടുത്ത് DM ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കമന്റ് ഇട്ടിട്ടുണ്ട്. അതായത് ചേച്ചി നഴ്സിംഗ് ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രഗിൾ ആണോ, ഒട്ടും നമുക്ക് സഹിക്കാൻ പറ്റില്ലേ, അവർക്ക് നഴ്സിംഗ് എടുക്കാൻ താല്പര്യമില്ല. രണ്ട് പിള്ളേർ പറഞ്ഞിട്ട് നഴ്സിംഗ് എടുക്കാൻ താല്പര്യമില്ല, പക്ഷെ ഫാമിലിയുടെ ഫോഴ്സ് കൊണ്ടാണ് നഴ്സിംഗ് എടുക്കുന്നത്. പിന്നെ ഒരു കുട്ടി പറഞ്ഞു നഴ്സിംഗ് എടുക്കാൻ താല്പര്യമുണ്ട് പക്ഷെ ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മൾ ഏത് കോഴ്സ് എടുത്താലും സ്ട്രഗിൾ ഉണ്ട്. അതിൻ്റെതായിട്ടുള്ള സ്ട്രഗിൾ നമ്മൾ ഏത് കോഴ്സ് എടുത്താലും ഉണ്ട്, നഴ്സിംഗിന് മാത്രമല്ല. പക്ഷേ നഴ്സിംഗിന് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ചും കൂടെ സ്ട്രഗിൾ കൂടുതലായിരിക്കും. പക്ഷേ ഇതേപോലെ ഒരു സ്കോപ്പ് ഉള്ളതും അതേപോലെ തന്നെ നമുക്ക് ഓക്കെയാണ്, നമുക്കൊരു അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ഓക്കെ ആയിട്ട് നമ്മുടെ 4 വർഷം നമുക്ക് എങ്ങനെയൊക്കെ തീർക്കാൻ പറ്റും. സോ എല്ലാത്തിനും അതിൻ്റെയുള്ള സ്ട്രഗിൾ ഉണ്ട്. ആ ഒരു മൈൻഡിൽ തന്നെ ഏത് കോഴ്സിനാണെങ്കിലും ചേരാം. So yeah, this is all about my video. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് DM ചെയ്യാവുന്നതാണ്. So this is me, Human Journal, signing off.